ക്രിപ്റ്റോ ആണോ നമ്മുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ കറൻസി എന്ന് പറയുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ അന്ന് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഇത്രത്തോളം കാശ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഞാൻ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ ഇത്രത്തോളം കാശ് ഉണ്ടാക്കുന്നതൊക്കെ. നമ്മൾ ഒരുപാട് ജനറേഷൻസ് പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ അന്നൊക്കെ അവർ ട്രേഡിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാർട്ടർ സമ്പ്രദായമായിരുന്നു. അതായത് ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് വേറൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അടുത്തൊരു ജനറേഷൻ വരുന്ന സമയത്ത് ആൾക്കാർ കോയിൻസ് ആയിരുന്നു ഉപയോഗിച്ചത്. ഈ കോയിൻസ് ഒക്കെ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ, ഗോൾഡ്, അതേപോലെ ബ്രോൺസ് എന്ന് പറയുന്ന മെറ്റൽസ് ഒക്കെ കൊടുത്തിട്ടായിരുന്നു അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബിൽസ് ആണ്. ഈ ബിൽസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് നാട്ടിലെ ഗവൺമെൻറ്റ്സ് ആണ് ഈ ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത്. അത് ഗോൾഡൊക്കെ പ്ലഡ്ജ് ചെയ്ത് അതിൻ്റെ വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള ബിൽസ് ആണ് അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ വാല്യൂ നമുക്ക് ആരാണ് ഗ്യാരണ്ടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാട്ടിലെ ഗവൺമെൻറ്റും സെൻട്രൽ ബാങ്ക്സും ആണ് അതിൻ്റെ വാല്യൂ നമുക്ക്. ക്രിപ്റ്റോ വരുന്ന സമയത്ത് ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ക്രിപ്റ്റോയുടെ വാല്യൂം ട്രസ്റ്റും എന്ന് പറയുന്നത് അതിൻ്റെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോയിൻസ് മാത്രമാണ്. സോ അതുകൊണ്ടാണ് അതിന് ഇത്രയും വാല്യൂ വരുന്നത്. പക്ഷേ നമ്മൾ ക്രിപ്റ്റോയുടെ ഹോൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രാഫിൽ ഒരുപാട് താഴ്ചകളും ഉയർച്ചകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് വളരെ വെർണബിളായ ഒരു കറൻസിയാണ്. അത് മാത്രമല്ല ഒരുപാട് തവണ ഫ്ലക്ച്വേഷൻസ് വിധേയമായിട്ടുണ്ട്. സോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു 99% ആൾക്കാരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോസ് ആണ്. അതിലൊരു 1% ആൾക്കാർ മാത്രമേ അതിൽ നിന്ന് കാശ് ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഇതൊരു ഫ്യൂച്ചർ ജനറേഷൻ കറൻസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനും ആൾക്കാർക്ക് ഇന്ന് രണ്ട് അഭിപ്രായമാണുള്ളത്.